ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ചങ്ക് പുഷ്പം കൊണ്ടൊരു സോപ്പ് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് നമുക്കൊരു കറ്റാർവാഴൻ്റെ പീസാണ്. അത് ഞാൻ ആദ്യം തന്നെ ആ കറ്റാർവാഴൻ്റെ രണ്ട് സൈഡും അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ. മഞ്ഞ ഒരു ഇതുണ്ടല്ലേ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അത് കാണിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഇനി അതിൻ്റെ ആ പഴുപ്പില്ലേ അത് മാത്രം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങോട്ട് അരിഞ്ഞ് ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്കതിൻ്റെ പഴുപ്പ് മാത്രം ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ. ആദ്യം അത് രണ്ട് സൈഡും അരിഞ്ഞ് വിളഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിടാണ്ട്. അത് കാണിക്കാൻ പറ്റിയിട്ടില്ല, അത് ചെയ്യണേ. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇതുപോലെ ഈ ചെറിയ 4 സോപ്പ് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതിന് ഇത്രയും കറ്റാർവാഴയുടെ ജെല്ല് മതി കേട്ടോ. അതൊക്കെ നമുക്കിങ്ങനെ എടുക്കുക. എന്നിട്ട് നമുക്കിതാ എടുത്തത് നമ്മൾ ശംഖുപുഷ്പം നമുക്ക് തിളപ്പിച്ചെടുക്കണം. അതിന് കുറച്ച് വെള്ളം മതി. നമ്മൾ ഗ്യാസിൽ വെച്ചു, അതൊന്ന് തിളച്ചോട്ടെ. പൂ ഞാൻ കഴുകി എടുത്ത് വെച്ചതാണ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ഓരോന്നും മറന്നു പോവുകയാണേ. കഴുകി എടുത്ത് വെച്ചതാണ്. അതാ കുറച്ച് ശംഖുപുഷ്പം 10-15 ഉണ്ട് കേട്ടോ. ഇനി നല്ല തിളച്ച് അതിൻ്റെ കളറും ഒക്കെ അതിൻ്റെ എസൻസ് മൊത്തം നമ്മുടെ ഈ വെള്ളത്തിൽ കിട്ടണം. അതിന് നല്ല തിളക്കണം. തിളച്ചോട്ടെ കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കി നോക്കി കേട്ടോ. നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ കളറൊക്കെ തിളച്ച് നമ്മുടെ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു സ്പൂൺ വെച്ച് നമുക്ക് അതിൻ്റെയൊക്കെ എസൻസൊക്കെ കിട്ടണ പോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് പ്രസ് ചെയ്ത് വിടാം. ഇത്ര മതി. അതിൻ്റെ കളർ മൊത്തം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ മൊത്തം എസൻസ് നമുക്ക് ആ വെള്ളത്തിലേക്ക് കിട്ടും. ഒരു അരിപ്പ വെച്ചിട്ട് അത് അരിച്ചെടുക്കാവേ. കണ്ടില്ലേ? നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇനി അത് മൊത്തം ഇങ്ങനെ പ്രസ് ചെയ്ത് അതിൻ്റെ എല്ലാ എസൻസും നമുക്ക് ആ ഗ്ലാസ്സിൽ കിട്ടുന്ന പോലെ ഉണ്ടോ. ഇത്ര വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കണേ. ശംഖുപുഷ്പത്തിൻ്റെ കളർ കണ്ടോ. അത് നമുക്ക് സോപ്പ് ബേസ് ഒരു ചെറിയ കഷ്ണം, ഇത്ര ഗ്രാമൊന്നുമില്ല, ഒരു 6 കഷ്ണം. അതൊക്കെ നമുക്ക് ചെറുതായിട്ട് അരിയണം കേട്ടോ. കഷ്ണം ചെറുതായിട്ട് എടുക്കണം. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ടാണേ. ചെറിയ കഷ്ണമായിട്ട് എടുത്താലേ നമുക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് നേരം വൈകുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ചെറുതായിട്ട് എടുക്കണം കേട്ടോ. നമുക്ക് ഈ സോപ്പ് ബേസ് അടിപൊളിയാണ് കേട്ടോ. നല്ല സോപ്പ് ബേസാണ്. ഞാൻ ഇതിന് 250 രൂപയാണ് കേട്ടോ. ഇത്രയും തന്നെയല്ല, ഇനി ബാലൻസ് ഉണ്ട് കയ്യിൽ. അപ്പോൾ നമുക്ക് വെള്ളം വെച്ചു, മെൽറ്റ് ചെയ്യാനുള്ള വെള്ളം. അത് തിളച്ചോട്ടെ. തിളച്ച് വരുമ്പോഴാണ് നമ്മൾ തിളച്ചിട്ടോ. നമ്മുടെ വെള്ളം തിളച്ചു. ഈ മെൽറ്റ് ചെയ്യാൻ നമുക്കൊരു പാത്രത്തിൽ സോപ്പ് ബേസ് ഇട്ടിട്ട് നമുക്കതിലേക്ക് വയ്ക്കാം. കണ്ടില്ലേ? ഒരു സ്പൂണും കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് മെൽറ്റായി വരുന്നുണ്ടോ. ചെറിയ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വരണമാണ്. അല്ലെങ്കിൽ കുറച്ച് നേരം പിടിക്കും കേട്ടോ. മെൽറ്റായി സോപ്പ് ബേസൊക്കെ നല്ല മെൽറ്റായി വന്നിരിക്കും. അത് നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ എസൻസ് ഒഴിക്കാം. നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് വിറ്റാമിൻ ഇ ആണ് കേട്ടോ. 2 ടാബ്ലറ്റാണ് ഒഴിക്കണത്. അത് മതി. പിന്നെ ഗ്ലിസറിൻ 2 തുള്ളി, റോസ് വാട്ടർ ഒക്കെ കുറച്ച് മതി കേട്ടോ. പിന്നെ നമുക്ക് സ്മെല്ലാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. 2 തുള്ളി അത് മാത്രം മതി. കുറച്ച് കൂടുതൽ വേണ്ട. കൂടുതലുണ്ടായാൽ നമുക്ക് സോപ്പിൻ്റെ ആ ഒരു ഇത് പോവും. നമുക്ക് മൗട്ടിൽ ഒഴിച്ച് വയ്ക്കാം. ഉണ്ടാക്കി നോക്കണം കേട്ടോ. ആദ്യമായിട്ടാണ്. അത് എങ്ങനെയാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ മൂത്ത പതകളൊക്കെ നല്ല സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ ആ സോപ്പ് ആ മൂള പതം അങ്ങനെ കണ്ടാൽ ഒരു വൃത്തി ഉണ്ടാവില്ല. അടിപൊളിയായില്ല. ഇപ്പോൾ നമ്മുടെ സോപ്പ് ഇത് 4 മണിക്കൂർ ഈ മോൾഡിൽ വെക്കണം കേട്ടോ. എന്നാലേ നമുക്ക് സോപ്പ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് സോപ്പ് ആയിട്ടുണ്ട്. അടിപൊളി കണ്ടോ. അപ്പോൾ സോപ്പ് നമുക്കും വീട്ടിൽ ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ. നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അടിപൊളി സോപ്പല്ലേ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഈ സോപ്പിൻ്റെ മോൾട്ടിൽ നിറച്ച് ഒഴിച്ചു വെച്ചില്ല. അതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ.
അല്ലാണ്ട് നമുക്ക് അടിപൊളിയായിട്ട്. പിന്നെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, അലോവേര ജെല്ല് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അത് ചേർക്കണേ മറക്കാണ്ട്. സൂപ്പറായിട്ടുള്ള സോപ്പ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ സൂപ്പ് ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോൾ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിലിടണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.